ാണ് കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് വീണ്ടും റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു എന്ന ക്രൂരമർദ്ദനം എന്ന ഒരു വാർത്തയാണ് വരുന്നത്. കോഴിക്കോട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, വീണ്ടും കോഴിക്കോട് നിന്നൊരു റാഗിംഗ് വാർത്ത, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ, 1ാം വർഷ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇപ്പം ദിവസങ്ങൾ മാത്രമാവുന്നുള്ളൂ. ഇതിനിടയിലാണ് ഇപ്പോൾ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനമേറ്റതായി പരാതി വന്നിരിക്കുന്നത്. കോഴിക്കോട് അത്തോളിയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അമീൻ എന്ന വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. കഴിഞ്ഞ 10-നാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് സ്കൂളിൽ സമരം നടക്കുകയായിരുന്നു. സമരം നടന്ന ദിവസം ഈ ക്ലാസ്സിന്റെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്രൗണ്ട് ഭാഗത്ത് വെച്ച് വിളിച്ചുകൊണ്ട് പോവുകയും പിന്നീട് ഇടവഴിയിൽ എത്തിച്ച ശേഷം അടിച്ചു വീഴ്ത്തുകയും നിലത്തിട്ട് ഷൂസിന് ചവിട്ടുകയുമായിരുന്നു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. ഇതിനുശേഷം പിന്നീട് അത്തോളി പോലീസിൽ പരാതി നൽകി. ആദ്യം ആശുപത്രിയിൽ ചികിത്സ നേടിയെങ്കിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ വീണ്ടും കുട്ടിക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കുട്ടി ഡിസ്ചാർജായി വീട്ടിലേക്ക് മാറുകയും ചെയ്തു. ശരീരത്തിൽ പലയിടങ്ങളിലും വലിയ വേദനയാണ്, ഒപ്പം ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നാണ് കുട്ടി പറയുന്നത്. ഈ 10-ാം തീയതി ഒരു സമര ദിനമായിരുന്നു. ഇതിനു മുമ്പ് തന്നെ പലവട്ടം ഈ സീനിയർ വിദ്യാർത്ഥികൾ അമീനെ വിളിച്ചുകൊണ്ട് പോവുകയും പാട്ട് പാടുന്നതിനും നൃത്തം ചെയ്യുന്നതിനുമൊക്കെ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങൾ ഒട്ടും വശമില്ലാത്തതാലും ഇതൊരു റാഗിംഗ് സ്വഭാവമുള്ള കാര്യമായതിനാലും ഇത് ചെയ്യാൻ ഈ കുട്ടി അവിസമ്മതം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വലിയ ഭീഷണി മുഴക്കുകയും സമരദിനത്തിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു. ഒപ്പം ഈ കുട്ടിക്കൊപ്പം മറ്റു ചില കുട്ടികളെ കൂടി നോക്കി വെച്ചിട്ടുണ്ട് എന്ന ഭീഷണിയും ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് വിദ്യാർത്ഥിയുടെയും കുടുംബത്തിന്റെയും. അനീഷ്, ഈ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിലൊന്നും ഈ വിഷയം പെട്ടിട്ടില്ലേ? ഈ റാഗിംഗ് ഒക്കെ ഈ സ്കൂളുകളിൽ നടക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മോശമായ ഒരു കാര്യം തന്നെയാണ്. ഈ സ്കൂൾ അധികൃതർ എന്താണ് പറയുന്നത്? ഇതിനു മുമ്പ് ഈ വിദ്യാർത്ഥി പരാതിപ്പെട്ടിട്ടുണ്ടോ ഇവർക്കെതിരെ? സ്കൂളിനെ സംബന്ധിച്ച പരാതി ആദ്യഘട്ടത്തിൽ നൽകിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ക്ലാസ് തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഏൽക്കുന്നത്. എന്തായാലും നിലവിൽ ഈ മർദ്ദനത്തിന് ശേഷം സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്, പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിവരത്തെക്കുറിച്ച് നേരത്തെ വിവരം ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുണ്ട് സ്കൂളിൽ. ആ കമ്മിറ്റി ഈ പരാതി വിശദമായി പരിശോധിക്കുകയും ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. സാധാരണ വലിയ തോതിലുള്ള റാഗിംഗ് നടക്കുന്ന ഇടമല്ല എന്ന് പറയുന്നു. ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. എന്തായാലും സ്കൂൾ അധികൃതർ വിശദമായ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും എത്ര കേട്ടാലും കണ്ടാലും ഒന്നും പഠിക്കാത്ത കുറെ കുട്ടികൾ എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ കോഴിക്കോട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുകയാണ്.